ഹലോ ഗായ്സ്, ഞാൻ വീണ്ടും വന്നു. നമ്മുടെ ദേവു ചേച്ചിയുടെ കല്യാണമാണ് ഇന്ന്. അതിൻ്റെ റിസപ്ഷൻ്റെ ഫംഗ്ഷൻ ഇന്നാണ്. അപ്പോൾ രാവിലെ ആയിരുന്നു പുടവെടുക്കൽ ചടങ്ങ്. അപ്പം ദേവു ചേച്ചിയുടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആളൊക്കെ വന്നിട്ട് പുടവയൊക്കെ, അതായത് നാളെ കല്യാണത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള പുടവയൊക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ചെക്ക് നടത്തിയതാണ്. ഞാൻ നാട്ടിലെ കണ്ണിലുള്ളിയും ഒക്കെ കണ്ണിലുണ്ണിയും സൽസ്വഭാവിയായിട്ടുള്ളൊരു കൊച്ചായതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ വഴിയിൽ നോക്കിക്കൊണ്ടും പോകുന്നുണ്ടായിരുന്നു, ഈ കൊച്ചിനെന്താ പ്രാന്താണോ എന്താണ് അങ്ങനെയൊക്കെ. പിന്നെ കല്യാണത്തിൻ്റെ തിരക്ക്, വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനും മറന്നിട്ടില്ല കേട്ടോ. അതാണ് അതിൻ്റെ വേറൊരു സത്യം. ചൂടടാ ചൂട്, എന്താ ചൂട്, തിളച്ച് പൊള്ളായിരുന്നു. അതിൻ്റെ ക്ഷീണത ചേച്ചി വരെ അവിടെ ഇരുന്ന കാര്യം, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതന്നെയല്ലേ. നല്ല ആ ചൂടിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ ഗിഫ്റ്റ് ശ്രീമോടെ കയ്യിലായിരുന്നു. അവൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അയ്യപ്പനും കൂടെ പാട്ടും പാടി ഉല്ലസിച്ച് പോകുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. എന്തായാലും പോയിട്ട് വെയിലത്ത് വാടി തളർന്നു. അയ്യോ പാവം കൊച്ചു, ഞാൻ ഇരിക്കുന്ന നോക്കിയേ, നല്ല രസമുണ്ടല്ലേ. എന്നിട്ട് വീട്ടിൽ വന്ന് കുറച്ച് ഫേസ് പാക്കൊക്കെ ചെയ്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് കുളിച്ചിറങ്ങി പിന്നെ ചേച്ചിക്കുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചേച്ചി നോക്കിയില്ല ഗിഫ്റ്റ്. അതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞാനും ചേച്ചിയും എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞിട്ടാണ് ചേച്ചി വന്നിട്ട് ഗിഫ്റ്റ് നോക്കിയത്. പിന്നെ കുറേ തിരക്കായിരുന്നു, രാവിലെ മുതലേ ഓട്ടമായിരുന്നു. പക്ഷേ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്, വേണ്ടപ്പെട്ടവരുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു സന്തോഷത കൊണ്ട് ആ ഓട്ടമൊക്കെ നമുക്കൊരു സുഖമാണ്. ഓക്കെ, ബൈ ഗൈസ്.